നമസ്കാരം. സംസ്ഥാന കോൺഗ്രസിനുള്ളിലെ രൂക്ഷമായ ഉൾപാർട്ടി പോരിനും മാധ്യമങ്ങളിലെ പരസ്യമായ ചേരിപ്പോരിനും തടയിടാൻ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കളും നേതാക്കളും മാധ്യമങ്ങളിലും ചർച്ചകളിലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയുന്നത് കർശനമായി വിലക്കിക്കൊണ്ടുള്ള AICC നിർദ്ദേശം KPCC നടപ്പിലാക്കി തുടങ്ങി. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഈ കർശന മാർഗരേഖ ലംഘിക്കുന്നവരുടെ പദവികൾ ഉടനടി തെറിക്കുമെന്നാണ് നൽകിയിരിക്കുന്ന അന്തിമ മുന്നറിയിപ്പ്. പാർട്ടി നിലപാടിന് വിരുദ്ധമായി ചാനൽ ചർച്ചകളിലോ സോഷ്യൽ മീഡിയയിലോ പ്രതികരിക്കുന്ന വക്താക്കളെ കാത്തിരിക്കുന്നത് കടുത്ത അച്ചടക്ക നടപടികളാണ്. വരാനിരിക്കുന്ന അടുത്ത കോൺഗ്രസ് പുനഃസംഘടനയിൽ ഇത്തരം ലംഘകരെ യാതൊരു കാരണവശാലും പരിഗണിക്കില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. പദവികൾ ആഗ്രഹിക്കുന്നവർ പാർട്ടിയുടെ ലക്ഷ്മണരേഖയ്ക്കുള്ളിൽ നിന്ന് മാത്രമേ സംസാരിക്കാവൂ എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത്. KPCCക്ക് പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്താൻ ഹൈക്കമാൻഡിന് ഇതുവരെ കഴിയാത്തതാണ് സംസ്ഥാന കോൺഗ്രസിലെ നിലവിലെ പ്രതിസന്ധി ഇത്രത്തോളം രൂക്ഷമാക്കിയത്. നാദനില കളരിയായി മാറിയ KPCCയിൽ ഗ്രൂപ്പ് മാനേജർമാരും വക്താക്കളും സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പൂർണ്ണ ചുമതലയുള്ള ഒരു അധ്യക്ഷന്റെ അഭാവം താഴെത്തട്ടിൽ പാർട്ടിയുടെ അച്ചടക്കത്തെയും ഏകോപനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനങ്ങളും നയങ്ങളും മാത്രമേ പൊതുവേദികളിലോ മാധ്യമങ്ങളിലോ അവതരിപ്പിക്കാവൂ എന്ന് KPCC സർക്കുലറിൽ വ്യക്തമാക്കുന്നു. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാപരമായ പരാതികളോ ഉണ്ടെങ്കിൽ അവ പാർട്ടിയുടെ ആഭ്യന്തര വേദികളിൽ മാത്രമേ ഉന്നയിക്കാവൂ. മാധ്യമങ്ങൾക്ക് മുന്നിൽ പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ആരും മുതിരരുത്. കോൺഗ്രസിന്റെയും അതിന്റെ മുതിർന്ന നേതാക്കളുടെയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നോ ചർച്ചകളിൽ നിന്നോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നോ അംഗങ്ങൾ പൂർണ്ണമായി വിട്ടുനിൽക്കണമെന്നാണ് നിർദ്ദേശം. സംഘടനയ്ക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കി പാർട്ടിക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ആവശ്യമായ കടുത്ത അച്ചടക്ക നടപടികളാണ് ഈ നിർദ്ദേശങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. KPCC ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗം ചെയർപേഴ്സണുമായ ദീപ്തി മേരി വർഗീസ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക സർക്കുലർ പുറത്തിറക്കി. മുൻ SFI നേതാവിനെ സർക്കാർ പ്ലീഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്ന വിവാദങ്ങളാണ് നിലവിലെ അടിയന്തര നീക്കങ്ങൾക്ക് ആധാരം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ചേരിതിരിഞ്ഞ് പരസ്യമായ വാദപ്രതിവാദങ്ങൾക്ക് മുതിർന്നത് പാർട്ടിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കിയിരുന്നു. പരസ്പരം ചെളിവാരിയെറിയുന്ന ഇത്തരം ശൈലി ഇനി അനുവദിക്കില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും ഗ്രൂപ്പ് താൽപര്യങ്ങൾ മുൻനിർത്തി നേതാക്കൾ മാധ്യമങ്ങളെ ആയുധമാക്കുന്നത് ഹൈക്കമാൻഡിന്റെ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ തമ്മിലുള്ള പരസ്യപ്പോര് അണികളിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡൽഹിയിൽ നിന്നുള്ള നേരിട്ടുള്ള ഇടപെടൽ വഴി വക്താക്കളുടെ വായടപ്പിക്കാൻ AICC നിർദ്ദേശിച്ചത്. ദൃശ്യമാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾക്ക് പുറമെ നേതാക്കളുടെ Facebook, X തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും KPCC മാധ്യമ വിഭാഗം കർശനമായി നിരീക്ഷിക്കും. പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്ത പോസ്റ്റുകളോ കമന്റുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ വിശദീകരണം ചോദിക്കാതെ തന്നെ വക്താക്കളുടെ പാനലിൽ നിന്ന് നീക്കം ചെയ്യാനാണ് തീരുമാനം. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനമാകാത്തതും പുനഃസംഘടന അനന്തമായി നീളുന്നതും കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് കൂടുതൽ ശക്തമാകാൻ കാരണമായിട്ടുണ്ട്. പദവികൾക്കായി നേതാക്കൾ പരസ്പരം പാരവെക്കുന്ന രീതിയാണ് പലയിടത്തുമുള്ളത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി KPCCക്ക് പുതിയൊരു അമരക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന ആശങ്കയും മുതിർന്ന നേതാക്കൾക്കുണ്ട്. മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പാർട്ടിയുടെ അച്ചടക്കവും ഐക്യവും ഉത്തരവാദിത്ത ബോധവും ഉയർത്തിപ്പിടിക്കണമെന്നും KPCC ഓർമ്മിപ്പിച്ചു. ഹൈക്കമാൻഡിന്റെ കർശനമായ കണ്ണ് ഇപ്പോഴുമുണ്ടെന്ന ബോധ്യത്തോടെ വേണം വക്താക്കൾ ചാനൽ സ്റ്റുഡിയോകളിൽ ഇരിക്കാൻ. ഈ പരീക്ഷണ ഘട്ടത്തിൽ അച്ചടക്ക ലംഘനം നടന്നവർ അടുത്ത പുനഃസംഘടനയിൽ പൂർണ്ണമായും പുറത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും മുന്നറിയിപ്പ് നൽകുന്നു.